മലയാള സിനിമയിൽ ദുഃഖപുത്രിയായി മാറിയ ജലജയുടെ അഭിനയ കാര്യങ്ങളും ഇനി അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ ദുഃഖപുത്രി ആരെന്ന് ചോദിച്ചാൽ അതിനാദ്യം പറഞ്ഞിരുന്ന പേര് ശാരദയുടെ ആയിരുന്നു. തെലുങ്ക് ദേശത്തു നിന്ന് വന്ന മലയാള സിനിമ കീഴടക്കിയ, മലയാള പ്രേക്ഷകരെ കീഴടക്കിയ ശാരദയാണ് മലയാള സിനിമയിലെ ദുഃഖപുത്രി ആയിട്ട് കണ്ടിരുന്നത്. ആ ദുഃഖപുത്രിയായി അഭിനയിച്ചതിൻ്റെ പിന്നീടുള്ളവർ കുറേ മാനസിക സംഘർഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. ശരിക്കും തുലാഭാരമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അവരെത്തിച്ചാൽ. തുലാഭാരം കൂടി, ആ തുലാഭാരം നാടകം പ്രശസ്തമായ KPSC അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ നാടകം അവർ പല പ്രാവശ്യം കണ്ടു എന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും മക്കളെ വിഷം കൊടുത്ത് കൊല്ലുന്ന സമയത്ത് പോലും ആ സീൻ കണ്ടപ്പോൾ പോലും അത്രമാത്രം പൊട്ടിക്കരഞ്ഞു പോയി എന്ന് അവർ പറഞ്ഞത് അഭിനയിക്കുന്നതിന് മുൻപ്. അങ്ങനെയുള്ള ശാരദ തുടർച്ചയായി കണ്ണീര് വീണ കഥാപാത്രങ്ങളെയാണ് അവർക്ക് ലഭിച്ചത്. പിന്നീട് നമ്മൾ അത്തരം ഒരു കഥാപാത്രം നമ്മൾ പറഞ്ഞത് ദുഃഖപുത്രി എന്ന് വിശേഷിപ്പിച്ച് ജലജയാണെന്ന് ആലോചിക്കണം. ജലജ മലയാളത്തിൻ്റെ പുത്രി എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്ത നിലവാരത്തിലുള്ള സംവിധായകരുടെ ചിത്രത്തിൽ അഭിനയിച്ച നടിയാണ്. വ്യത്യസ്ത നിലവാരം എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ അരവിന്ദൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു. ഈ രണ്ട് പേരുടെ പടത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ബാലചന്ദ്ര മേനോൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു. ബാലചന്ദ്ര മേനോൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഹരികുമാറിൻ്റെ പടത്തിൽ തന്നെ അഭിനയിക്കുന്നു. ഹരികുമാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ശശികുമാറിൻ്റെ, അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ശ്രേഷ്ഠമുള്ള സിനിമകളിൽ അഭിനയിച്ചൊരു നടിയാണ് ജലജ എന്നാലോചിക്കണം. അപ്പോൾ ഈ ജലജ ശരിക്കും ഈ അച്ഛനോടൊപ്പം അമ്മയുടെ കുടുംബവും താമസിച്ചും വിദേശത്തായിരുന്നു ആലോചിക്കണം. ശരിക്കും അവിടെ നിന്ന് വന്നു, നാട്ടിൽ വന്നു, നാടകത്തിൽ അഭിനയിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ആ നാടകം കണ്ടിട്ടാണ് തമ്പു എന്നുള്ള സിനിമയിലേക്ക് അഭിനയിക്കാൻ അരവിന്ദനെ തമ്പിലേക്ക് വിളിച്ചത്. തമ്പു സിനിമ കണ്ടിട്ടാണ് ബാലചന്ദ്ര മേനോൻ തൻ്റെ രാധ എന്ന പെൺകുട്ടി ഈ സിനിമയിലേക്ക് രാധ ആയി അഭിനയിക്കാൻ ജലജയെ ക്ഷണിച്ചെന്ന് ആലോചിക്കണം. അതിൻ്റെ കാര്യം അത് വളരെ പ്രശസ്തമാണെന്ന് ആലോചിക്കണം. അത് ജലജ തന്നെ ഒരിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദിവസം ഈ മേനോൻ ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നപ്പോൾ, അന്ന് അദ്ദേഹം ഒരു ഉത്രാടരാത്രി എന്നുള്ള സിനിമയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ പറഞ്ഞു, രാധേ രാധേ, ഞാൻ രാധയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ രാധേ രാധേ എന്ന് വിളിച്ചപ്പോൾ ജലജ പറഞ്ഞു, മേനോൻ ചേട്ടാ എൻ്റെ പേര് ജലജ എന്നാണെന്ന് പറഞ്ഞപ്പോൾ, അതല്ല, ഞാൻ എൻ്റെ ജലജയെ, എൻ്റെ രാധയെ കണ്ടെത്തി, ആ രാധ എന്ന പെൺകുട്ടിക്ക് പറ്റിയ നടിയെ കണ്ടെത്തി എന്നുള്ള സന്തോഷം മേനോൻ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണ് ആ പടത്തിൽ ജലജ ശരിക്കും സ്കോർ ചെയ്തു. ഇന്ന് എത്ര സിനിമയിൽ അഭിനയിച്ചാലും ഈ രാധ എന്ന പെൺകുട്ടിയിലുണ്ടാക്കിയ ഇമേജ് വളരെ വലുതായെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പടിപടിയായി ഓരോ സിനിമയിലും അഭിനയിക്കുന്നു. ഒരിക്കൽ സംസാരിച്ചപ്പോൾ ജലജ ഒരു കാര്യമുണ്ട്. ഞാൻ രണ്ട് സംവിധായകരുടെ, അതായത് അരവിന്ദൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും സിനിമയിൽ ഒരേ അഭിനയിക്കേണ്ടി വന്നപ്പോൾ രണ്ട് മുഹൂർത്തങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അരവിന്ദൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സിനിമയിൽ ഡയലോഗില്ലാത്തൊരു കഥാപാത്രമാണ്, അത് പറയുന്ന രീതി ചെയ്താൽ മാത്രം മതി, അത് വിഷമമേറിയെന്ന് ആലോചിക്കണം, അത് ചെയ്തു കുഴപ്പമില്ലാതെ പോയെന്ന് ആലോചിക്കണം. പിന്നെ കാണുന്നത് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായത്തിലാണ്. എലിപ്പത്തായത്തിൽ അഭിനയിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു. കഥയൊക്കെ സൂപ്പർ കഥയാണ്. അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ പറയുന്ന, ഗ്ലിസറിൻ ഉപയോഗിക്കരുത്, എൻ്റെ സിനിമ കണ്ണിൽ ഗ്ലിസറിൻ ഉപയോഗിക്കരുത്, ഗ്ലിസറിൻ ഉപയോഗിക്കാതെയാണ് അഭിനയിക്കേണ്ടത്. മറ്റൊന്ന് ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യം, അപ്പോൾ രണ്ട് അനുഭവമാണെന്ന് ആലോചിക്കണം സിനിമയിൽ. അപ്പോൾ ജലജ എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഡബ് ചെയ്യാൻ വളരെ സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ ആ പടത്തിന് തൊട്ട് മുമ്പ് ഒരു പ്രശസ്ത സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിച്ച് അത് ഡബ് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല, ഡബ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഡബ് ചെയ്തപ്പോൾ അവരെന്നെ പരിഹസിക്കുകയാണ്. കാരണം ഇതൊരു ഇംഗ്ലീഷ് ചോയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അഭിനയിക്കാതെ ഡബ് ചെയ്യാതെ മാറ്റി നിർത്തി എന്നറിയിക്കും. അതിൻ്റെ കുറവ് നികത്തിയത് വിശ്വപ്രസിദ്ധ സംവിധായകനായ അടൂരിൻ്റെ സിനിമയിൽ ഞാൻ ഡബ് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കണ്ടത്. അപ്പോൾ അത് അവർ പറയുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് മറ്റു സിനിമകളിൽ അഭിനയിക്കുന്ന പോലെയല്ല. ഈ രണ്ട് സംവിധായകരുടെ സിനിമയിൽ അവർക്ക് തൃപ്തി വരുന്നവരെ, അവർ വിചാരിച്ച ഷോട്ട് വരുന്നവരെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അതിൻ്റെ ഗുണമുണ്ടായി.
അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം ചോദിച്ചു. ഈ രണ്ട് സിനിമകളും വിദേശ മേളകളിൽ പങ്കെടുത്തിട്ടാണ്. ഈ രണ്ട് സിനിമകളും അവാർഡുകൾ കിട്ടിയിട്ടാണ്. എന്നെങ്കിലും ഒരിക്കൽ ഒരുമിച്ച് പോയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരു ഫെസ്റ്റിവലിന് വിദേശത്ത് ഈ രണ്ട് സിനിമകളുണ്ടായിരുന്നു. ഈ രണ്ട് സിനിമകളിൽ രണ്ട് സംവിധായകരുണ്ടായിരുന്നു. ഈ രണ്ട് സിനിമകളിൽ അഭിനയിച്ചൊരു നടി എന്ന നിലയ്ക്ക് ജലജയും അവിടെ പോയിരുന്നു. അപ്പോൾ ജലജ പറഞ്ഞു, എൻ്റെ അന്നത്തെ സന്തോഷം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ രണ്ട് പ്രശസ്ത സംവിധായകരുടെ പടത്തിൽ അഭിനയിച്ച നടിയാണ് ഞാനും അവിടെ ചെന്നിരുന്നു. വിദേശ സംവിധായകർക്ക് മറ്റു ഡെലിഗേറ്റ്സുകൾക്കെല്ലാം എന്നെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഒരു മലയാളിയായൊരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടിയില്ല, അന്ന് അഭിമാനമായിരുന്നു എന്ന് പറഞ്ഞത്. ഇതൊക്കെ ജലജ എന്നുള്ള നടിയുടെ അഭിനയ ശൈലിയാണ്. നിരവധി സിനിമകളിൽ അഭിനയിക്കുമ്പോൾ പോലും ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ മാധ്യമപ്രവർത്തക നിലയിൽ ഉടക്കുണ്ടായിരിക്കാം, സൗന്ദര്യ പിണക്കമുണ്ടായിരിക്കാം. ജലജ പിണങ്ങുന്നത് കാണാനൊരു സുഖമുണ്ടെന്നായിരിക്കും. നമ്മളൊന്നും പറയില്ല. ഇപ്പം നമ്മൾ ഇച്ചിരി നെഗറ്റീവായിട്ട് എഴുതിയാലും എന്നാൽ കണ്ടിട്ട് എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് ചോദിക്കില്ല. വേറെ ഒന്നുമില്ല, ഒരു പിണക്കം നമ്മുടെ വീട്ടിലെ ഒരാൾ പിണങ്ങുന്ന പോലെ ആ പിണക്കം ഇങ്ങനെ കുറേ നാളത്തിൽ നിൽക്കുന്നതായിരിക്കണം. അതങ്ങനെ നീണ്ടു വെക്കും. പിന്നെ പെട്ടെന്നൊന്നും ഇണങ്ങില്ല. അതേ സ്ഥാനത്ത് നമുക്ക് ആവശ്യമുള്ള സെറ്റിൽ അഭിനയിക്കുന്നുണ്ടോ അഭിനയിക്കും. പടം വേണോ പടം കിട്ടും. ഇൻ്റർവ്യൂ വേണോ ഇൻ്റർവ്യൂ മാത്രം ചിലപ്പോൾ നമ്മൾ തഴയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ, ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ന രീതിയിൽ സംസാരിക്കും. അങ്ങനെയുള്ള ജലജയാണ് കുറേ സിനിമകളിൽ അഭിനയിച്ച് കുറേ കഥാപാത്രം കൊണ്ടുകൊണ്ട് ഇടയ്ക്കും ആലോചിച്ച് ഇവിടെ നമ്മൾ പോയി സിനിമയിൽ നിന്ന് വിവാഹ ജീവിതത്തിലേക്ക് പോയി എന്നായിരിക്കണം. കുറേ വർഷങ്ങൾക്ക് ശേഷം ജലജ തിരിച്ചു വന്നു. നല്ലൊരു കുടുംബജീവിതം കിട്ടി എന്നുള്ള സന്തോഷത്തോടെ തിരിച്ചു വന്നപ്പോഴും ജലജയുടെ മനസ്സിലൊരാഗ്രഹം, എനിക്കും എൻ്റെ മകൾക്കും ഒരുമിച്ച് അഭിനയിക്കണം, എൻ്റെ മകളെ നായികയാക്കി വേണം. അങ്ങനെയാണ് ജലജ ചിന്തിച്ചെന്നായിരിക്കണം. തനിക്ക് റോളുകൾ കിട്ടിയില്ലെങ്കിൽ തൻ്റെ മകളൊരു നായികയാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഈ അടുത്ത കാലത്ത് അമ്മയും മകളും ഒരുമിച്ച് അഭിനയിച്ചു. പക്ഷെ മകൾക്ക് വലിയ റോളല്ല, ജലജയുടെ മറ്റൊരു കുട്ടിക്കാലം പോലെയുള്ള റോളാണ് അഭിനയിച്ചാലായിരിക്കണം. എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് ജലജ കാത്തിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മകളും തന്നെ പോലെ വലിയ നടിയായി വരുമെന്നുള്ളത്. അതിനിടയിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ, ജലജയുടെ മനസ്സിലുള്ളൊരു വലിയൊരു മോഹമായിരുന്നു ഈ സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കാറുണ്ട്. സിനിമ നിർമ്മിക്കണമെങ്കിൽ അതിന് പണം വേണം. സംവിധാനം ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രതിഭയും മറ്റു ചില നല്ല അസോസിയേറ്റ് മാത്രം മതിയല്ലോ. ഇത് പറയാൻ കാരണം, വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയും ജലജയും നായകനുമായൊരു പടം, ഹരികുമാറിൻ്റെ പടം തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നൊരു സമയത്ത്, ആ സമയത്ത് അന്ന് ഈ ക്യാമറമാൻ്റെ ക്യാമറയിൽ കൂടെ ആരെങ്കിലും നോക്കിയാൽ അത് അന്ന് അവിടെ എന്തെങ്കിലും പണിഷ്മെൻ്റ് ഉണ്ടാവും. പണിഷ്മെൻറ്റ് വേറൊന്നുമല്ല, എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളത്. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ പറയുന്നത്, നീ വെറുതെ ക്യാമറയിൽ കൂടി നോക്കിയാൽ എന്താ കാണുന്നു നോക്കിയാൽ. അതറിയാത്ത ആൾക്കാർ പോയിട്ട് ക്യാമറയിൽ കൂടെ അങ്ങനെ നോക്കും. അപ്പോൾ എല്ലാവരും കൈയടിക്കും. കൈയടിച്ചാൽ എന്താ, കൈയടിച്ചാൽ അവൻ പെട്ടു. അപ്പോഴാണ് പറയുക, നീ പെട്ടു മോനെ, അല്ലെങ്കിൽ നീ പെട്ടു മോളെ എന്നൊക്കെ പറയും. അന്ന് എന്താ വെച്ചാൽ അങ്ങനെ ജലജയെ കൊണ്ട് ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞു ജലജ അപ്പോൾ സംവിധാനം ചെയ്യും. ഷീലയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു സംവിധായികയായി വരാൻ പോകുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അതിന് ജലജ മറുപടി ഒന്നും പറഞ്ഞില്ല, ഒരു ചിരി മാത്രമായിരുന്നു അതിൻ്റെ ഉത്തരം എന്നാലോചിക്കണം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജലജ സംവിധാനം കൂടി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം കുറേ സ്ത്രീകൾ സജീവമായി സിനിമാ രംഗത്ത് വരികയാണത്. അപ്പം അങ്ങനെ ഒരുപക്ഷെ ഈ വർഷം അല്ലെങ്കിലും അടുത്ത വർഷവും ജലജ ഒരു സിനിമ സംവിധാനം ചെയ്താൽ അത്ഭുതപ്പെടാനില്ല.